അറിയാതെ വന്നെൻ്റെ മലർക്കാവിൽ ഒരു വാസന്തം വിരിയിച്ച നീയാരാകുന്നു? അകലെ അകലെ നിൻ പദവിന്യാസം കേട്ടു മധുരം പാടിത്തീർന്ന ഗീതികൾ ഞാനോർക്കുന്നു. മുകിൽ മാലകളിട്ട വിണ്ണിൻ്റെ അങ്ങേ കോണിലൊരു താരകം കാത്തുനിന്നതുമോർമ്മിക്കുന്നു. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സത്യം, മനുഷ്യനിലെ പ്രാണൻ, പരമകാരുണികനായ ദൈവത്തിൻ്റെ കരവിരുത്, ശുദ്ധ സംഗീതം പോലെ, ലയതാള തരംഗം പോലെ ആ സ്പന്ദനം, ജീവൻ, അവൻ്റെ വികാസം, ബുദ്ധിയുടെ വളർച്ച കൊടുമുടികൾ കീഴടക്കി. ബാഹ്യാകാശം എന്ന ശക്തിയിൽ എത്തി നിൽക്കുമ്പോഴും അവൻ അടങ്ങുന്നില്ല. തന്നെപ്പോലും നിഗ്രഹിക്കാൻ കഴിവുള്ള അസ്ത്രങ്ങൾ മെനയുകയാണവൻ. ജനനം മുതൽ മരണം വരെയുള്ള എണ്ണപ്പെടുന്ന ദിനരാത്രങ്ങൾ. ഇതിനിടയിൽ ഒരു ചാൺ വയറിനു വേണ്ടിയുള്ള നെട്ടോട്ടം. യുദ്ധഭൂമിയിൽ ലക്ഷ്യം കാണുന്നതിന് മുൻപ് പിടഞ്ഞു വീഴുന്ന എത്രയോ പേർ. അവരിൽ ഒരാളായി ഞാനും നിങ്ങളും. കോണിലൊരു താരകം കാത്തുനിന്നതുമോർമ്മിക്കും. ആധ്യാത്മികമായ ബൗദ്ധികമായ കാഴ്ചപ്പാടുകൾ, നേർവഴികൾ, ഒത്തൊരുമയുടെ സ്നേഹത്തിന്റെ ആഴം, ആകാശം പോലെ ആഴി പോലെ നന്മ എന്ന ഒരർത്ഥത്തിലൂടെ നമ്മ നയിച്ച ശ്രീബുദ്ധനും നബിയും ക്രിസ്തുവുമെല്ലാം. മിഴിചിമ്മുമാവെട്ടത്തിൻ്റെ ഇത്തിരി നൂലിൽ കയറി കയറി ഞാനെത്തിയതെങ്ങാകുന്നു. ബുദ്ധിയുള്ളവനെ പോലും ബുദ്ധിശൂന്യനെന്ന് കളിയാക്കുന്ന കലികാലം. ജീവിത വഴിയിൽ കാലിടറിയവരും മനസ്സിന്റെ താളം പിഴച്ചു പോയവരും മുൻ ജന്മത്തിലെ പാപം കൊണ്ടോ അതോ മറ്റ് വൈകൃതങ്ങൾ കൊണ്ടോ ജന്മനാൽ ബുദ്ധിമാന്ദ്യം സംഭവിച്ച ഒരു കൂട്ടം മനുഷ്യർ നമ്മുടെ ഇടയിൽ കരുണയ്ക്കായി കേഴുന്നു. വൈദ്യശാസ്ത്രം ഇന്ന് പൊതുജീവൻ പോലും നിലനിർത്താൻ ശേഷിയുള്ള ഒരു തലത്തിലേക്ക് വളർച്ച പ്രാപിച്ചിട്ടും ബുദ്ധിമാന്ദ്യം എന്ന പ്രഹേളികയ്ക്ക് മുൻപിൽ നിസ്സഹായരാകുന്ന കാഴ്ച.